എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, GNM ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ANM കോഴ്സുകൾക്കുള്ള തേർഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ് നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അലോട്ട്മെന്റ് കിട്ടിയവരെ ടോക്കൺ ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 22-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് ഒക്ടോബർ 23-ാം തീയതിക്കുള്ളിൽ അലോട്ട്മെന്റ് മെമ്മോയും ഒറിജിനൽ ഡോക്യുമെന്റ്സും പിന്നെ കോളേജിലെ വിളിച്ചന്വേഷിച്ചിട്ട് എത്രയാണോ ഫീസ് കൊടുക്കേണ്ട ആ ഫീയും കൂടെ കൊണ്ട് എന്ത് ചെയ്യേണ്ടതാണ്, പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. അങ്ങനെ മൂന്നാമത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ ആയി അടുത്ത് വരുന്നത് LBSന്റെ അടുത്ത അലോട്ട്മെന്റ്, അതായത് നാലാമത്തെ അലോട്ട്മെന്റ് ആയിട്ട് വരുന്നത് സ്പെഷ്യൽ അലോട്ട്മെന്റ് അല്ല, സ്പോട്ട് അലോട്ട്മെന്റ് ആണ്. സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒക്ടോബർ 25-ാം തീയതിയാണ്. LBSന്റെ എല്ലാ ഡിസ്ട്രിക്റ്റിലുമുള്ള വിവിധ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വെച്ചായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് എവിടെയൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഉള്ള ലിസ്റ്റ് ഒഫീഷ്യൽ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ എവിടെയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുണ്ട്, അതിൻ്റെ അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ നമ്പേഴ്സും ഉണ്ട്. പിന്നെ കൊല്ലത്ത് ഉണ്ട്, പിന്നെ അടൂരിൽ അവൈലബിൾ ആണ്, ആലപ്പുഴയിലുണ്ട്, പാമ്പാടിയിലുണ്ട്, പിന്നെ കളമശ്ശേരിയിലുണ്ട്. ഓരോ സെന്റേഴ്സിൻ്റെയും ഫുൾ അഡ്രസ്സ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ സെന്റേഴ്സിലെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം വല്ലതുണ്ടെങ്കിൽ ആ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് ഡൗട്ട്സ് സോൾവ് ചെയ്യാവുന്നതാണ്. തൃശ്ശൂരിലുണ്ട്, പാലക്കാടുണ്ട്, മഞ്ചേരി ഉണ്ട്, പിന്നെ എന്താണ് കോഴിക്കോടിലുണ്ട്, കണ്ണൂരിലുണ്ട്, കാസർഗോഡിലുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ഉള്ളത്. സോ ഇതെന്താണ്, നിങ്ങളുടെ പ്ലേസ് എവിടെയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പോകാൻ എളുപ്പമുള്ള ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ഏതാണോ അവിടെ ചെന്ന് എന്ത് ചെയ്യുക, സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സ്പോട്ട് അലോട്ട്മെന്റിനെ പറ്റി ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ഓരോ ഡിസ്ട്രിക്ട്സിലെയും ഫെസിലിറ്റേഷൻ സെന്റേഴ്സിന്റെ നമ്പേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കാം. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലേക്ക് പോയി എന്താണ് കോളേജ് ഓപ്ഷൻസ് അവിടെ വെച്ചാണ് കൊടുക്കേണ്ടത്. അങ്ങനെ അവിടെ വെച്ച് എന്താണ് അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ആ അലോട്ട്മെന്റ് കിട്ടുന്ന കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സ്പോട്ട് അലോട്ട്മെന്റ് ആയാലും ഇൻഡെക്സും റാങ്കിൻ്റെയൊക്കെ ബേസിലാണ് അലോട്ട്മെന്റ്സ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. LBS നേരത്തെ നടത്തുന്നത് ഓൺലൈനായിട്ടായിരുന്നു അലോട്ട്മെന്റ് നടത്തിയിരുന്നത്. പക്ഷേ എന്താണ്, LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വെച്ചാണ് സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതിലും റാങ്കിൻ്റെയും ഇൻഡെക്സിൻ്റെയും ബേസിസിലായിരിക്കും വേക്കൻറ്റ് സീറ്റ്സിൽ എന്താണ് അലോട്ട്മെന്റ് നടക്കുന്നത്. അതായത് സ്പോട്ട് അലോട്ട്മെന്റിൽ എന്താണ് കാൻഡിഡേറ്റ്സിനെ എടുക്കുന്നത് ആ ഒരു ഇൻഡെക്സിന്റെ അല്ലെങ്കിൽ റാങ്കിന്റെ ബേസിസിലായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ പോകുമ്പോൾ എന്താണ് ഡോക്യുമെന്റ്സ് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് ഫീസും കൂടെ കയ്യിൽ കരുതുക. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ടോക്കൺ ഫീസ് നിങ്ങൾ എന്തായാലും അടയ്ക്കേണ്ടി വരും. സോ ടോക്കൺ ഫീസും പിന്നെ എന്താണ് അല്ലാതെ കോളേജിൽ കൊടുക്കാനുള്ള ഫീസും എന്ത് ചെയ്യുക, കരുതി വെച്ചിരിക്കുക. ഡൗട്ട്സ് ഉള്ളതുണ്ടെങ്കിൽ LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിന്റെ നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരത്തെ കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താണ് ജോയിൻ ചെയ്ത കോളേജിന്റെ പെർമിഷൻ ആവശ്യമാണ്. ഒക്ടോബർ 25-ാം തീയതി കൃത്യമായിട്ട് തന്നെ എല്ലാവരും ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ എത്തി സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. എത്ര മണിക്ക് മുമ്പ് എത്തണമെന്നൊക്കെ കൂടുതൽ അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിന് പോകുന്നതിന് മുമ്പ് തന്നെ സീറ്റ് വേക്കൻസിയൊക്കെ ഏതൊക്കെ കോളേജിലാണ് ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോവുക. തേർഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെ കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞ് അലോട്ട് ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള വേക്കൻറ്റ് സീറ്റ്സിൽ എത്ര വേക്കൻറ്റ് സീറ്റ് ഫില്ല എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ എന്താണ് അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇനി എത്ര വേക്കൻറ്റ് സീറ്റ്സ് ഫില്ലാവാനുണ്ടെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് അതായത് നിങ്ങൾ കോളേജസ് നോക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. ആരും ഇത് മിസ്സാക്കരുത്. എല്ലാവരും പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ തന്നെ കൃത്യമായിട്ട് എന്താണ് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലെത്തി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു, തേർഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ആർക്കൊക്കെ കോളേജ് കിട്ടിയെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന്. നിങ്ങൾ അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സീറ്റ് വേക്കൻസി കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എത്ര വേക്കൻറ്റ് സീറ്റ്സ് ആണുള്ളത്, എത്ര റാങ്ക്, എത്ര ഇൻഡെക്സിൻ്റെ സീറ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓരോ കോളേജസിൻ്റെ ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക, പേപ്പറിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് എന്താണ് കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ സീറ്റ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞ് എന്താണ് അലോട്ടഡ് ലിസ്റ്റ് അപ്ഡേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾ എഴുതിയ ആ വേക്കൻസി ഉള്ള കോളേജസിൽ ആ വേക്കൻറ്റ് സീറ്റ് അങ്ങനെ തന്നെ ഉണ്ടോ അതോ ആ സീറ്റൊക്കെ ഫില്ലായോ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ആ സീറ്റ്സൊക്കെ എന്താണ് വേക്കൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി എത്ര വേക്കൻറ്റ് സീറ്റ്സ് ആണ് ആ കോളേജിൽ ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കി എന്താണ് അലോട്ട്മെന്റ് വരുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതല്ലാതെ എന്താണ് പ്രത്യേകം തേർഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ എത്ര പേരെ എടുത്തിട്ടുണ്ടെന്ന് അല്ലാതെ പ്രത്യേകം ലിസ്റ്റ് ഒന്നുമില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അലോട്ടഡ് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നേരത്തെ അലോട്ട്മെന്റ്സിൽ എന്താണ് അലോട്ട്മെന്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവരുടെയും പിന്നെ എന്താണ് അലോട്ട്മെന്റ് കിട്ടിയിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാതെ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റ്സുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്താണ് ആ അലോട്ട്മെന്റ് കിട്ടി കോളേജ് ജോയിൻ ചെയ്തവരുടെ ആ ലിസ്റ്റിൽ എന്താണ് ഇനി ഫർദർ ചേഞ്ചസ് ഒന്നും വരത്തില്ല. ഈ ചേഞ്ച് വരുന്നത് എവിടെയാണ്, ഈ വേക്കൻ്റ് സീറ്റ്സിൻ്റെ ആ വരുന്ന ഭാഗത്താണ് ചേഞ്ച് വരുന്നത്. ലിസ്റ്റ് അപ്ഡേറ്റ് ആവുമെന്ന് പറഞ്ഞത് ഈ വേക്കൻ്റ് സീറ്റ്സിൻ്റെ ഈ ലിസ്റ്റാണ് അപ്ഡേറ്റ് ആവുമെന്ന് പറഞ്ഞത്. ഈ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന എന്താണ് സീറ്റുകളിൽ ഏതെങ്കിലും കാൻഡിഡേറ്റിന് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ആ സീറ്റ് ഫില്ല് ആവുന്നതായിരിക്കും. അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാതെ നേരത്തെയുള്ള ലിസ്റ്റൊന്നും എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കോളേജിലെ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റ്സൊക്കെ എഴുതി വയ്ക്കുക. എന്നിട്ട് ഏതൊക്കെ കോളേജസിൽ എവിടെയാണ് വേക്കൻസി ഉള്ളതെന്ന് കോളേജസിൻ്റെ പേരടക്കം എത്ര റാങ്കാണ്, എത്ര ഇൻഡെക്സിലെ സീറ്റ്സാണ് വേക്കൻ്റ് ആയതെന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക. പിന്നെ കാറ്റഗറി സീറ്റ്സും ഉണ്ടാവും, അത് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് എന്താണ് കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് തേർഡ് അലോട്ട്മെന്റിൻ്റെ കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താണ് അലോട്ടഡ് ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്ഡേറ്റ് ആവും എന്ന് പറഞ്ഞത് നേരത്തെ അലോട്ട്മെന്റ്സിലുള്ള വേക്കൻ്റ് ആയി കിടന്നിരുന്ന സീറ്റ്സിൽ ആർക്കെങ്കിലും അലോട്ട്മെന്റ് കിട്ടി അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് അത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്താണ് പഴയതുപോലെ തന്നെ ഉണ്ടാവും. നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സ്പെഷ്യൽ അലോട്ട്മെന്റ് അല്ല, വേക്കൻറ്റ് സീറ്റ്സൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വെച്ച് സ്പോട്ട് അലോട്ട്മെന്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്.
അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് എല്ലാവരും വേക്കൻറ്റ് സീറ്റ്സൊക്കെ നോക്കി വെച്ചിട്ട് വേണം സ്പോട്ട് അലോട്ട്മെൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകേണ്ടത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വേക്കൻറ്റ് സീറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അടുത്തിനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കണം. ഇപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റാണ് അടുത്ത 4ാമത്തെ അലോട്ട്മെൻറ്റായിട്ട് ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ടോക്കൺ ഫീ അടയ്ക്കാത്തവർ എത്രയും പെട്ടെന്ന് ടോക്കൺ ഫീ അടച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. നേരത്തെ ടോക്കൺ ഫീസ് അടച്ചിട്ടുള്ളവർ വീണ്ടും ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ആ തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് കോളേജ് കിട്ടുന്നെങ്കിൽ അങ്ങനെയുള്ളവർ ടോക്കൺ ഫീ അടയ്ക്കണം. പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ആരും മറക്കരുത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും